ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ തടയാനായിട്ട് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിനോ സാധിക്കില്ല. വലിയ ഞെരുക്കങ്ങളും പ്രതിസന്ധികളും താഴ്ചകളും അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം പക്ഷേ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൊന്നും ആ മനുഷ്യനെ ഇല്ലാതാക്കാനായിട്ട് ഒരു വ്യക്തിക്കും സാധിക്കില്ല എന്നാണ് പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഉൽപ്പത്തിയുടെ പുസ്തകം 39, 40, 41 അധ്യായങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഒരു അത്ഭുതമാണ്. കർത്താവ് സഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നൽകുന്ന വലിയ ഒരു മെസ്സേജാണ്. ഒരു തെറ്റും ചെയ്യാത്ത വലിയൊരു നീതിമാനായിട്ടുള്ള ഒരു നന്മയുള്ള മനുഷ്യനായിരുന്നു ജോസഫ്. പക്ഷേ ചെയ്യാത്ത തെറ്റിന് ജോസഫിന് കാരാഗ്രഹം അനുഭവിക്കേണ്ടി വന്നു. ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആ നാളുകളിലാണ് അതേ കാരാഗ്രഹത്തിലേക്ക് 2 വ്യക്തികൾ വരുന്നത്. ഈജിപ്തിലെ രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചക പ്രമാണിയും. ഈ 2 പേരും ഈജിപ്തിലെ രാജാവിനെതിരെ തെറ്റിയതപ്പോൾ എന്ത് ചെയ്തു? രാജാവ് ഇവരെ കാരാഗ്രഹത്തിൽ അടച്ചു. അങ്ങനെ ജോസഫ് കിടക്കുന്ന അതേ കാരാഗ്രഹത്തിലേക്ക് ഈ 2 പേരും വന്നെത്തി. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചോ കാരാഗ്രഹത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് ചാടാൻ എന്നതിനെക്കുറിച്ചോ ഒന്നും ജോസഫിന് ഒരു ധാരണയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കാരാഗ്രഹത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഈ സമയത്താണ് ജോസഫിന് അനുഗ്രഹത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത്. കാരാഗ്രഹത്തിൽ താമസിക്കുമ്പോൾ ഈ പാനപാത്രവാഹകനും ഈ പാചക പ്രമാണിയും സ്വപ്നങ്ങൾ കാണാനിട്ടിടയായി. പക്ഷേ ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്നോ ഇതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്നോ ഇവർക്ക് അറിയത്തില്ലായിരുന്നു. അവിടെയാണ് ഈ കാരാഗ്രഹത്തിൽ വെച്ചിട്ട് ജോസഫ് ഈ 2 സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. ജോസഫ് എന്താണോ വ്യാഖ്യാനിച്ചത് അത് അതുപോലെ തന്നെ സംഭവിച്ചു. ജോസഫ് പറഞ്ഞതുപോലെ തന്നെ പാനപാത്രവാഹകൻ കാരാഗ്രഹത്തിൽ നിന്ന് മോചിതനാകുകയും അവനെ രാജാവ് തിരിച്ച് ഉദ്യോഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എന്താണോ ജോസഫ് പാചക പ്രമാണിക്കായിട്ട് വ്യാഖ്യാനിച്ചത് അതും അതുപോലെ തന്നെ സംഭവിച്ചു. രാജാവ് അവനെ തൂക്കിലേറ്റി കൊന്നു. അപ്പോൾ ജോസഫ് ഒരു ചില്ലറക്കാരനല്ലെന്ന് കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട പാനപാത്രവാഹകന് മനസ്സിലായി. പിന്നീട് ഈജിപ്തിലെ ഭരണാധികാരിയായ ഫറവോയ്ക്ക് ഒരു സ്വപ്നമുണ്ടാകുമ്പോൾ ഈ പാനപാത്രവാഹകനാണ് ജോസഫിൻ്റെ ഈ കഴിവിനെക്കുറിച്ച് ഈജിപ്തിലെ ഭരണാധികാരിക്ക് വിവരിച്ചു കൊടുക്കുന്നത്. ജോസഫ് ഫറവോയുടെ സ്വപ്നങ്ങൾ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും വ്യാഖ്യാനിച്ചു. അങ്ങനെ ഫറവോയുടെ പ്രീതി നേടി പിന്നീട് ജോസഫ് ഈജിപ്തിലെ ഭരണാധികാരിയായി എന്നാണ് വചനം പറയുന്നത്. ആ കാരാഗ്രഹത്തിൽ വെച്ച് ആ ഞെരുക്കങ്ങളുടെ ഉള്ളിൽ ജീവിതം ഇല്ലാതായി പോകാൻ, ജീവിതം തീർന്നു പോകാനായിട്ട് കർത്താവ് അനുവദിച്ചില്ല. ജോസഫ് കാരാഗ്രഹത്തിൽ പോയതുകൊണ്ടാണ് ജോസഫിന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് ഫറവോയ്ക്ക് മനസ്സിലായത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരാഗ്രഹം അനുഗ്രഹത്തിലേക്ക് വഴി തുറന്ന ഒരു സ്ഥലമായിരുന്നു. കാരാഗ്രഹം പോലെയുള്ള ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ വരാം. പക്ഷേ ഈ കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ ഈ ഞെരുക്കത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ ഞെരുക്കത്തിൽ ജീവിതം ഇല്ലാതായി പോകാനായിട്ടോ കർത്താവ് അനുവദിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സഹനങ്ങളൊക്കെ വരുമ്പോൾ ആ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട്, അത് സഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.